Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പിന്റെ റവ വെച്ചുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml ന്റെ കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന്റെ റവ എടുത്തിട്ടുണ്ട്. ഈ റവ നമ്മൾ ഇതേപോലെ ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിൽ ഒരു വറുത്തെടുക്കണം. അപ്പോൾ ഒരു മണം നന്നായിട്ടൊരു ഗോതമ്പ് റവ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി മണം വരും. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ എടുത്താൽ മതിയാകും. അപ്പോൾ വറുത്ത റവ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് ഈ ഒരു റെസിപ്പി നമുക്ക് നെയ്യിലും ചെയ്തെടുക്കാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ അളവൊന്നും കൂടി പോകണ്ട. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും ഒരു 2 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ബീൻസാണ്. 5 ബീൻസ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ചേർക്കുന്ന വെജിറ്റബിളിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വെജിറ്റബിൾ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ചേർത്താൽ നമ്മുടെ ഉപ്പുമാവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആ ഉപ്പുമാവിനൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിന് അധികം വേവില്ലാത്തതുകൊണ്ട് ബീൻസ് ആദ്യം ചേർത്ത് കൊടുക്കുക. ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കുക. അവസാനം മാത്രം ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തതുകൊണ്ടിന് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അത് ക്യാരറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 250 ml ന്റെ കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഗോതമ്പ് റവയുടെ അളവാണ് പറഞ്ഞത്. 1 കപ്പിലേക്ക് 2 കപ്പ് വെള്ളം. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോകണ്ട. 1 കപ്പിലേക്ക് 1 കപ്പ് ഗോതമ്പ് റവയിലേക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയാകും. അപ്പോൾ ചില റവകൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു 2.25 കപ്പ് മതിയാകും കേട്ടോ. 1 കപ്പിലേക്ക് 2.25 കപ്പ്, കൂടുതൽ വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഇടയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 3-4 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾ എല്ലാം ഈ ഗോതമ്പ് റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക കുഴഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ വെജിറ്റബിളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാം. ഹെൽത്തിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. കുട്ടികൾക്ക് ഇത് 10 മണിക്ക് കഴിക്കാനൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കഴിക്കാനായിട്ട് ഒരു ചായയോടൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ ഗോതമ്പ് റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി മണമാണ് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ
നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.